ഇന്നിപ്പോൾ ഉച്ചക്കത്തേക്ക് പീച്ചിങ്ങ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ ചെമ്മീനും മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ കിള്ളിയിട്ടില്ലായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ചെമ്മീനൊക്കെ കിള്ളി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പീച്ചിങ്ങയും ചെമ്മീനും കൂടി ഒന്ന് തേങ്ങ അരച്ച് വെക്കാമെന്ന് കരുതി കുറച്ച് ദിവസമായിട്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും കറിയൊക്കെ കൂട്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ പീച്ചിങ്ങയും ചെമ്മീനും ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു പച്ചമുളകും ഇട്ട് അധികം വെള്ളം ഒഴിക്കേണ്ട, ഒരിത്തിരി വെള്ളം ഒഴിച്ചാൽ മതി. എന്താണെന്ന് വെച്ചാൽ പീച്ചിങ്ങയിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നോളും. പിന്നെ അതിനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണേണ്. തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, പിന്നെ ചുവന്നുള്ളി, പച്ചമുളക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം. ചെമ്മീനും പീച്ചിങ്ങയും നല്ല രീതിയിൽ അങ്ങോട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ചെറുതായിട്ടൊന്ന് കൈവെള്ളം തളിച്ചാണ് കൊടുത്തത്. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളമുണ്ട് കേട്ടോ. അതപ്പോൾ ഞാനൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങോട്ട് നമുക്ക് ലൂസായിട്ട് എടുക്കണ്ട കേട്ടോ ഈ കറി. കുറച്ച് കുറുകം പാകനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തപ്പോൾ നേരിയതായിട്ടൊന്ന് തിള വരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇപ്പുറത്തെ അടപ്പിൽ ചെമ്മീൻ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചത്. ഫ്രൈ ചെയ്ത് നല്ല രീതിയിലൊന്ന് മുരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒരു സവാളയും അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് പിന്നെ അത് കൂടിയിട്ട് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കണേണ്. അപ്പോഴേക്കും നമ്മുടെ പീച്ചിങ്ങക്ക് തിളയൊക്കെ വന്നപ്പോഴേക്കും ഞാൻ കുറച്ച് കടുകൊക്കെ താളിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ കറികളൊക്കെ ഇത്രയേ ഉള്ളേ.